മിസ്റ്റർ ജിപ്സിയുടെ ECT-MS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കുറെ നമ്പറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ചെറുതേതാ വലുതേതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കളർ സ്കെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വലുത് ഏതുകളാണ്, വലുതിന് പച്ച കളറുകൾ കൊടുക്കുകയാണ്, ചെറുതിന് ചുവപ്പ് കളർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നീല കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ABCD മുതൽ N വരെ ചുമ്മാ പേരിന്റെ നെയിം എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാർക്കുകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര റാൻഡം ആയിട്ടാണ്. 30 ഇവിടെ കിടക്കുന്നുണ്ട്, 18 ചെറുതായിട്ട് കിടക്കുന്നുണ്ട്, 99 ഹയസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഇതാണ്, നമുക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ റാങ്കിന്റെ ഫോർമുല ഉണ്ട്. ആ റാങ്കിന്റെ ഫോർമുല വെച്ചിട്ടാണ് ഞാൻ ഇവിടെ റാങ്ക് ഇട്ടിട്ടുള്ളത്. ഈ ഫോർമുല റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ ആൾറെഡി ചെയ്തൊരു വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ റാങ്ക് ആണെങ്കിൽ പോലും ഇത് ഒരു ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്, അല്ല ഒരു ഓർഡറിലല്ല നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ സ്കെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഞാനിത് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ള നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മാർക്സ് നമ്മൾ എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലും കുറവുമുള്ളത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ നമുക്ക് ഇങ്ങനത്തെ പലതും നമുക്ക് കാണാൻ പറ്റും, റൂൾസ് കാണാം ടോപ്പ് ടു ബോട്ടം. അതെല്ലാം നമുക്ക് തൽക്കാലം ഒന്ന് അവിടെ വെക്കാം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിപാടികളാണ് ഞാനിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ ഡാറ്റ ബാർസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുക്കുകയാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു നോക്കാം എങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. ഞാൻ ഇവിടെ ഈ ഒരു ഗ്രേഡിയൻ ഫില്ലിൽ വന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പൊ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഏറ്റവും കൂടുതലുള്ളതിന് വലിയൊരു ബാർ വന്നിട്ടുണ്ടാവും, ഏറ്റവും കുറവുള്ളതിന് ചെറിയൊരു ബാർ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണോ കൂടുതൽ ചെയ്തിട്ടുള്ളത്, ആർക്കാണോ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത്, ആർക്കാണോ കുറവ് മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഇനി അതേ തന്നെ ഞാൻ എടുക്കുകയാണ്. ഇനി അതേ സംഭവം തന്നെ നമുക്ക് വേറെ പല കളറുകളിൽ കാണാം. ഇത് ഒരു ഓറഞ്ച് ടൈപ്പ് കളർ വന്നിട്ടുണ്ട്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഒരു പിങ്ക് പർപ്പിൾ കളർ വന്നിട്ടുണ്ട്, ഇതിലാണെങ്കിൽ റെഡ് വന്നിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഗ്രീൻ വന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്താക്കുന്നു. അതേപോലെ തന്നെ വേറെ വീണ്ടും ഒന്നും കൂടിയും ഒരു സോളിഡ് ഫിൽ, ഇതൊരു ചെറിയൊരു ഗ്രേഡിയന്റ് ആയിരിക്കും, കുറച്ച് കളർ കൂടുതൽ, പിന്നെ ലാസ്റ്റ് എൻഡിലോട്ട് വരുമ്പോഴേക്കും കുറച്ച് കളർ കുറഞ്ഞു വരുന്ന പോലെ ആയിരിക്കും. സോളിഡ് ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന പോലെ. അപ്പൊ നമുക്കിതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഒരു ബ്ലൂ കളർ ഞാൻ എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ പോവാണ്. സോ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമോ ജെ എന്നുള്ള ഒരാളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ ബാർ നമുക്ക് കുറെ കൂടുതലായിട്ട് നമുക്ക് അത് എന്താണ് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ എവിടെയാണ് വേണ്ടി സെലക്ട് ചെയ്യുന്നു, കണ്ടീഷൻ ഫോർമാറ്റിംഗിലോട്ട് പോകുന്നു, ഡാറ്റ ബാസിലോട്ട് പോകുന്നു, അതൊന്നും എടുക്കുന്നു. ഇതാണ് ഒരു ഐഡിയ. ഇനി രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ റാങ്കിങ്സ് ഉണ്ട് അല്ലെ. റാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളത്തെ A12 ആണ്, പിന്നെ 6 ആണ്, പിന്നെ J ആണ് 1. അപ്പോ ഇത് പെട്ടെന്ന് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും നമ്മൾ റാങ്കിങ് എടുക്കുന്ന സമയത്ത് ഇത് ആരാണോ ടോപ്പ് ബോട്ടം എന്നുള്ളത് നമുക്കൊരു കളർ സ്കെയിൽ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ നോക്കാം. ഞാൻ ഇത് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ഫോർമാറ്റിംഗ് പോയി ഇവിടെ നമുക്ക് കളർ സ്കെയിൽസിൽ ഒന്ന് പോയി നോക്കാം എന്താ സംഭവിക്കാന്ന്. ഈ കളർ സ്കെയിൽസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കളറുകൾ എങ്ങനെ വരുന്നത്, ഗ്രീൻ യെല്ലോ റെഡ് എന്നുള്ള രീതിയാണ്. ഇവിടെ എന്താണ് കൂടുതലായിട്ട് ഒന്നും കൂടി റെഡ് യെല്ലോ ഗ്രീൻ സ്കെയിൽ ഞാൻ ഇത് എടുക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഒന്നാമത്തെ റാങ്ക് ആണെന്നുണ്ടെങ്കിൽ പച്ച കളർ വന്നിട്ടുണ്ട്, 2 ആണെങ്കിൽ കുറച്ച് ഒരു ഡാർക്ക്നെസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, 3 ആണെങ്കിൽ ഒന്നും കൂടി കുറഞ്ഞിട്ടുണ്ട്, 4 ആണെങ്കിൽ വീണ്ടും കുറഞ്ഞു. അങ്ങനെ കളറുകൾ മാറി പല കളറുകളായിട്ട് ഏറ്റവും മോശം എന്നുള്ളത് ഈ ആണ്, 14th ആണ്. 14th റെഡ് കളർ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ കളർ സ്കെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എവിടെയാണ് ആരാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, അതാണ് കുറവ് എന്നുള്ളത്. ഇനി ചില സമയത്ത് റാങ്കിന് പകരം ഇതേപോലെ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇത് മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും വന്നിട്ട് ഞാൻ ഇവിടെ കളർ സ്കെയിൽസ് കൊടുക്കാന്ന് വെക്കൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ കളർ സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിതായി. ഇപ്പൊ ആദ്യം ഒരു ബാർ വന്നു, അതിന്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി വന്നു. പക്ഷെ അത് ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് അല്ലെ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിട്ടാണ് നമുക്ക് തോന്നാൻ പോകുന്നത്. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺട്രോൾ സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും. ഇനി അതല്ല, ഇവിടെ ഇനി ഈ സംഭവം പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരിക, വന്നെടുത്തിട്ട് ക്ലിയർ റൂൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ റൂൾസ് ഫ്രം സെലക്ടഡ് സെൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോകും. ഇതാണ് ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്ലിയർ റൂൾസിൽ പോയിട്ടാണ് ക്ലിയർ റൂൾസ് ഫ്രം സെലക്ടഡ് സെൽ അല്ലെങ്കിൽ എൻ്റയർ ഷീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പോകും. അപ്പൊ ഞാൻ പഴയ ഇതിലോട്ട് തന്നെ വീണ്ടും ആക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇത് എടുത്ത് വെച്ചിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മറ്റേ ബാറുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ അടുത്തൊരു സംഭവമാണ് ഐക്കൺ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐക്കൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മറ്റേ എങ്ങനെ ഇൻക്രിമെന്റും അല്ല ഇത് നമ്മൾ യൂഷ്വലി സാധാരണ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഡീഗ്രോത്തുകളൊക്കെ കാണിക്കുന്ന സമയത്താണ്. ഇങ്ങനത്തെ കുറെ ആരോ മാർക്സ്, അതായത് മറ്റേ ഇതിലെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അങ്ങനത്തെ ഒരു ആരോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേജിൽ നമ്മൾ ഇതിന്റെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇങ്ങനെ പലതും നമുക്ക് കൊടുക്കാൻ പറ്റും. റെഡ് ടു ബ്ലാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ റെഡ് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ള സംഭവത്തിനാണ് റെഡ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ എങ്ങനെ വേറെ ബ്ലൂ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി ഒരു കണ്ടീഷൻ ഫോർമാറ്റിംഗിൽ ഒരു റൂൾ സെറ്റ് ചെയ്തത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇനി നമുക്കത് നോക്കാം. ഒന്നും കൂടി മറ്റേ ഇത് മാറിയിട്ട് അടുത്ത ഒരു സംഭവം കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ റൂൾസ് ഫ്രം സെലക്ടഡ് ഷീറ്റ്സ് ഞാൻ കൊടുക്കണം. ഇപ്പൊ എല്ലാതും പോയി. ഇനി ഐക്കൺ സെറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് നോക്കുമ്പോൾ ഇതിലൊരു നമ്മളെ ഈ മൊബൈലിലൊക്കെ കാണുന്ന പോലെ നമ്മളെ കവറേജ് കാണിക്കുന്ന പോലുള്ള സംഭവമാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ. പക്ഷെ ഇതൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമുള്ള സംഭവമായിട്ടുള്ള ഒരു ഡാറ്റ ബാർ ഞാൻ ഇവിടെ കൊടുത്തത് കൊണ്ടാണ് ഈ റാങ്കിങ്ങിലോട്ട് പോകുന്ന സമയത്ത് കളർ സ്കെയിൽസ് കൊടുക്കുന്നത് ഇങ്ങനെ തന്നെ. അപ്പൊ കളർ സ്കെയിൽ നമ്മൾ പല രീതിയിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ റാങ്ക് ആകുമ്പോൾ ഒന്നാമത്തെ റാങ്ക് ആണല്ലോ നമ്പർ 1 എന്ന് പറയുന്നത്. അതായത് കൂടുതലുള്ള ആളായിരിക്കും നമ്പർ 1 എന്ന് പറയാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് ചില സമയത്ത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാർക്സിനെ നമ്മൾ എടുത്ത് നോക്കാം. മാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് നമുക്ക് ശരിക്കും പച്ച കളർ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ക്ലിയർ റൂൾസ് ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം. എടുത്തതിന് ശേഷം നമ്മൾ കളർ സ്കെയിൽസിൽ വന്നിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ നേരത്തെ ഉണ്ടായ പോലെ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ആണ് പച്ച കൊടുക്കുന്നെങ്കിൽ 99 റെഡ് മറ്റേ റെഡിലാണ് വരിക. അപ്പൊ നമ്മൾ ഈ സാധനം കൊടുക്കുക. അപ്പൊ നമ്മളിത് എങ്ങനെയാ വെച്ചാൽ നമ്മളെ യുക്തിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണോ കൊടുക്കേണ്ടത് എന്നുള്ള ബേസിലാണ് നമ്മൾ ഈ സംഭവം ചെയ്യേണ്ടത്. സോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോന്നും പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ഇതിലെടുത്തിട്ട് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്നൊരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.